ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയൊരു ചാപ്റ്ററായിട്ടാണ് വന്നിട്ടുള്ളത്. SCERT ന്യൂ SCERT തന്നെയാണ്. അപ്പോൾ ന്യൂ SCERTയിലെ അധ്യായം 5 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം, അതായത് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്നൊരു ചാപ്റ്ററാണ്. PSCയിലെ അത്യാവശ്യമായിട്ടൊരു ചാപ്റ്റർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാനമായും 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ആദ്യം അതാണ് ഇതിൽ പറയുന്നത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഏറ്റവും ബേസിക് മുതലാണ്, അതായത് തുടക്കക്കാർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി വ്യക്തികൾ പ്രധാനമായും വരുമാനം കണ്ടെത്തുന്നത് തൊഴിലുകളിലൂടെ. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ കൃഷിയുമായി ബന്ധപ്പെട്ടവയുണ്ട്. വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയാണ്. പിന്നെ ബാങ്കിങ്, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവ. അപ്പോൾ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെയാണ് ഇവ. ഇനി ഈ 3 മേഖലകളുമായി നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാഥമിക മേഖലയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷത എന്താണെന്ന് അറിയോ? അത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയെങ്കിൽ, പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് അറിയില്ലേ? പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയൊക്കെ പ്രാഥമിക മേഖലയിലാണ് പ്രാഥമിക. ഇനി കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല. കാർഷിക മേഖലയാണ് പ്രാഥമിക മേഖല അറിയപ്പെടുന്നത്. ഇനി പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഈ ഉൽപാദന പ്രവർത്തനങ്ങൾ അനിവാര്യമായത് കൊണ്ടാണ് കാർഷിക മേഖല പ്രാഥമിക മേഖല എന്നറിയപ്പെടാൻ കാരണം. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന ആരായിരുന്നു? അത് നാഷണൽ സ്റ്റാറ്റിക്കലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്നത് നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസ് അഥവാ NSO ആണ്. NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO. ഇനി NSO തരംതിരിച്ചുള്ള സമ്പദ്ഘടനയിലെ ഓരോ മേഖലയും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാതെ. പ്രാഥമിക മേഖല ഉൾപ്പെടുന്ന എന്തൊക്കെയായിരുന്നു? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, പിന്നെന്താ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി വളർത്തൽ, പാറ പൊട്ടിക്കൽ ഇതൊക്കെയാണ് പ്രാഥമിക. അപ്പോൾ എന്താ, ഭൂമിയിലെ വസ്തുക്കൾ അതേപടി ഉപയോഗിക്കുന്ന അതുമായിട്ടുള്ള ജോലിയാണ് പ്രാഥമിക. ദ്വിതീയമാണെങ്കിൽ വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് ദ്വിതീയ. വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് തൃതീയ മേഖല എന്താണെന്ന് നോക്കാം. വ്യാപാരം, വാണിജ്യം, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, ഗതാഗതം, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെയാണ് എന്തൊക്കെയാണ് തൃതീയ. വ്യവസായം ദ്വിതീയമാണെങ്കിൽ തൃതീയം വ്യാപാരം. വാണിജ്യം, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, ഗതാഗതം, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ തൃതീയമാണ്. ഇനി NSOയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. അപ്പോൾ CSOയും NSSOയും ചേർന്നാണ് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്തൊക്കെ ചേർന്ന? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്നാണ് 2019. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നു. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നുണ്ട്.
ഇനി എന്താ ഇനി ദ്വിതീയ മേഖലയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. വ്യവസായം നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ. വ്യവസായം നിർമ്മാണം. ഇനി പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾ അസംസ്കൃത വസ്തുക്കളുമായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയം. ഓക്കെ, പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾ അസംസ്കൃത വസ്തുക്കളുമായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയം. ഓക്കെ, ഇനി വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല. അപ്പോൾ ദ്വിതീയ മേഖലയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല. ഓക്കെ, ഇനി ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ്വിതീയ മേഖല അഥവാ കെട്ടിട നിർമ്മാണം, വ്യവസായം, ജലവിതരണം, വൈദ്യുതി. അപ്പോൾ ഇതൊക്കെ എന്താ? പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾ അസംസ്കൃത വസ്തുക്കളുമായി ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവയാണ്. കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്, വ്യവസായമുണ്ട്, ജലവിതരണമുണ്ട്, വൈദ്യുതി, ഗ്യാസ്. ഓക്കെ, ഇനി എന്താ നമുക്ക് നോക്കാം. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ നോക്കാം. ഖനനം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, കന്നുകാലി വളർത്തൽ. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഖനനം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, കന്നുകാലി വളർത്തൽ. പിന്നെന്താ? മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ, വനവൽക്കരണം. ഇനി പറയുന്നതാണ് തൃതീയ മേഖല. അപ്പോൾ നമ്മൾ രണ്ടും പഠിച്ചു. ഇനി തൃതീയ മേഖലയാണ്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമായ വിവിധ പ്രവർത്തനങ്ങളുടെ നടത്തുന്ന മേഖലയാണ് തൃതീയ മേഖല. ഓക്കെ, പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കാര്യക്ഷമമായ വിവിധ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് അത് ദ്വിതീയ മേഖലയാണ്. തൃതീയ മേഖല ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് തൃതീയ മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. തൃതീയ മേഖലയുടെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? അത് സേവന മേഖലയാണ്. തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തൃതീയ മേഖല അതായത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, റിയൽ എസ്റ്റേറ്റ്, ഗതാഗതം, വാർത്താവിനിമയം, ആരോഗ്യം, ബാങ്കിങ്, ഇൻഷുറൻസ്, വ്യാപാരവും വാണിജ്യവും, വിദ്യാഭ്യാസം എന്നിവയൊക്കെ തൃതീയ മേഖലയിൽ ഉൾപ്പെടും. നമുക്ക് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ പരസ്പരാശ്രയത്വം പറയുന്നുണ്ട്. രാജ്യത്തെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. എല്ലാ മേഖലകളുടെയും പരസ്പരാശ്രയത്തിലാണ് ഉൽപ്പാദക പ്രക്രിയ പൂർത്തിയാകുന്നത്. വിവിധ മേഖലകളുടെ പരസ്പരാശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നത് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളായി നടക്കുന്ന ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവയാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവയാണ്. അവിടെ ഒരു ചാർട്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ, തൃതീയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഭക്ഷ്യവസ്തുക്കൾ. ഓക്കെ, ഉൽപ്പാദക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. നമുക്കറിയാം. അപ്പോൾ ഉൽപ്പാദനങ്ങളിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം. വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി മാറ്റിവെക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം. ഓക്കെ, ഉപഭോഗം എന്താ? ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം. വിതരണം എന്തായിരുന്നു? ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണമെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കും.
മിച്ചം വരുന്നത് കരുതൽ ധനമായി അഥവാ സമ്പാദ്യമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. ഇനി കരിമ്പ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കൽ എന്നൊരു ഹെഡിങ്ങോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ നമുക്ക് നോക്കാം. ദ്വിതീയ മേഖലയിൽ നിന്നും സ്വീകരിക്കാവുന്നവ നോക്കിയിട്ടുണ്ട്. ദ്വിതീയ സെക്കൻഡ് മേഖലയാണ് യന്ത്ര സാമഗ്രികൾ, വളങ്ങൾ, ജലസേചനം, അടിസ്ഥാന സൗകര്യ വികസനം. ഇനി ദ്വിതീയ മേഖലയിൽ നിന്നും സ്വീകരിക്കാവുന്നവ ഗതാഗത സൗകര്യം, സാമ്പത്തിക സഹായം, ഗവേഷണ വിദ്യാഭ്യാസം, ആശയവിനിമയ ഉപകരണങ്ങളൊക്കെ. ഇനി പ്രാഥമിക മേഖലയിൽ നിന്നും പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിലേക്കും തൃതീയ മേഖലയിലേക്കും സഹായം ലഭിക്കുന്നു. ഓക്കെ. ദ്വിതീയ മേഖലയിലെ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കാർഷിക മേഖല ഉൽപ്പാദിപ്പിച്ച് നൽകുന്നു. ഉദാഹരണത്തിന് കാർഷികോൽപ്പന്നങ്ങളായ പരുത്തി, കരിമ്പ്, മുള തുടങ്ങിയവ യഥാക്രമം തുണി ഉൽപ്പാദനം, പഞ്ചസാര ഉൽപ്പാദനം, പേപ്പർ നിർമ്മാണം എന്നിവയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു. കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങി മാംസാദികൾ എന്നിവ വ്യവസായശാലയിലെ യന്ത്രങ്ങളുടെ സഹായത്തോടെ നിർമ്മിതോൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തുന്നതിനും ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തൃതീയ മേഖലയിലേക്ക് പോകുന്നു. പ്രാഥമിക മേഖലയ്ക്ക് തിരിച്ചും തൃതീയ മേഖലയിലേക്ക് നിന്നും സഹായം ലഭിക്കുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ദ്വിതീയ മേഖലയിൽ നിന്നും കാർഷികോൽപാദനത്തിന് ആവശ്യമായ യന്ത്രസാമഗ്രികളും കോടാലി, മൺവെട്ടി, വാൾ, ട്രാക്ടർ, കൊയ്ത്തു യന്ത്രങ്ങൾ മുതലായവ, നിർമ്മാണ വസ്തുക്കളായ വളം, കീടനാശിനികൾ തുടങ്ങിയ, ജലവിതരണം, വൈദ്യുതി തുടങ്ങിയവയുമെല്ലാം പ്രാഥമിക മേഖലയ്ക്ക് ലഭ്യമാക്കുന്നു. അപ്പം അതുപോലെ തൃതീയ മേഖല വിതരണ സേവനങ്ങൾ, അതായത് ബാങ്കിങ്, ഇൻഷുറൻസ്, ഗതാഗത, വാർത്താവിനിമയം, തൊഴിൽ പരിശീലനം മുതലായവ പ്രാഥമിക മേഖലയ്ക്ക് ഉറപ്പ് നൽകുന്നു. പ്രാഥമിക മേഖലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യവസായ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ വ്യവസായ ഉൽപ്പന്നങ്ങളും ആവശ്യക്കാരിലെത്തിക്കാൻ തൃതീയ മേഖലയിലെ വിവിധ സേവനങ്ങളുടെ, അതായത് ഗതാഗതം, വാർത്താവിനിമയം ഇതൊക്കെ സാധ്യമാക്കുന്നു. ഇപ്രകാരം ഉൽപ്പാദന പ്രക്രിയയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ടോട്ടലി പറഞ്ഞതൊക്കെ ഞാൻ വായിച്ചു പോകാൻ കാരണം നമുക്കറിയുന്നതാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ദേശീയ വരുമാനമാണ് അടുത്തൊരു ഹെഡിങ്. ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ അഥവാ ശമ്പളം, മറ്റ് തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന മൊത്ത വരുമാനമാണ് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ അഥവാ ശമ്പളം, മറ്റ് തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപം തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമൊക്കെ. ഇനി ഒരു രാജ്യത്തിൻ്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനമാണ് രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം. ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ മൊത്ത വരുമാനമാണ് രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം. ഓക്കെ അല്ലേ? രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം. അപ്പോൾ ദേശീയ വരുമാനം എന്താ? രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിലൊരു സാമ്പത്തിക വർഷമായി കണക്കാക്കപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇനി എന്താ? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അന്തിമ സാധനങ്ങളൊക്കെ. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതാണ് അന്തിമ സാധനങ്ങൾ, ഫൈനൽ ഗുഡ്സ്. ഇനിയോ അസംസ്കൃത വസ്തുവായി മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നം അഥവാ അത് ഉപയോഗിക്കുന്ന സാധനം ഇടനില വസ്തുക്കളാണ്. അപ്പോൾ ഇടനില വസ്തുക്കൾ എന്താ? അസംസ്കൃത വസ്തുവായി, അതായത് ബ്രാക്കറ്റിൽ മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നം. അപ്പോൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇടനില വസ്തുക്കളൊക്കെ, ഇടനില സാധനങ്ങൾ. ഓക്കെ. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ കൊടുക്കുന്നത്.
ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന ഒരു പ്രധാന സൂചകമാണ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനം അഥവാ ദേശീയ വരുമാനം. ഓക്കെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്, അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്, പിന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്, പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന്, പിന്നെയോ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യം. ഇനി ഉൽപ്പന്ന രീതിയാണ് അടുത്തൊരു ഹെഡിങ്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്ത പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതിയൊക്കെ. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്ത പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. അപ്പോൾ തൃതീയമില്ല. പ്രാഥമിക, ദ്വിതീയ മേഖലകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെയും മൊത്ത പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതിയൊക്കെ. നെക്സ്റ്റ് അതന്നെ വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളം എന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും സഹായകമാകുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. ദേശീയ വരുമാനം ഇവിടെ ഒരു കണക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട. രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളും സേവനങ്ങളും ആകെ പണമൂല്യമാണ്. ഓക്കെ, ദേശീയ വരുമാനം. ഇനി വരുമാന രീതിയുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദക ഘടകങ്ങളായി ഭൂമി, തൊഴിൽ, അതായത് അധ്വാനം, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതിയൊക്കെ. അപ്പോൾ ഒരു സാമ്പത്തിക വർഷങ്ങൾ വരുമാന രീതിയാണ്. സാമ്പത്തിക വർഷത്തിലെ ഉൽപ്പാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, അതായത് അധ്വാനം, പിന്നെ മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതിയൊക്കെ. അതായത് ദേശീയ വരുമാനം NI = R+W+I+P ആണ്. R ആയത് പാട്ടം അഥവാ റെൻറ്റ്, W വരുന്നത് വേജ് അഥവാ വേതനം, I വരുന്നത് പലിശ അഥവാ ഇൻട്രസ്റ്റ്, P വരുന്നത് ലാഭം അഥവാ പ്രോഫിറ്റ്. അപ്പോൾ ദേശീയ വരുമാനം ഇതൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് ദേശീയ വരുമാനമൊക്കെ. പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതിയൊക്കെ. ഇനി രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപ്പാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് സഹായിക്കുന്ന രീതിയാണ് വരുമാന രീതി. രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപ്പാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയാണ് വരുമാന രീതി. ഓക്കെ, ഇനി വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. ഗ്രോസ് നാഷണൽ ഇൻകം അഥവാ GNI ആണ്. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. ഇനി ചെലവ് രീതി പറയുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതിയൊക്കെ. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതിയൊക്കെ. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം, അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനി ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റകയറ്റുമതി മൂല്യവും കൂടി ചേർന്നാണ് രാജ്യത്തിൻ്റെ ആകെ ചെലവ്. ഇപ്പം
ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യവും കൂടി ചേർന്നതാണ് രാജ്യത്തിൻ്റെ ആകെ ചെലവ്. ദേശീയ വരുമാനം. ദേശീയ വരുമാനം എങ്ങനെയാണ്? C+I+G+X-M. അപ്പോൾ സി എന്താ? ഉപഭോഗ ചെലവാണ്. ഐ എന്താ? നിക്ഷേപ ചെലവ്. ജി എന്താ? സർക്കാർ ചെലവ്. X-M എന്താ? രാജ്യത്തിൻ്റെ കയറ്റുമതി X ആണെങ്കിൽ ഇറക്കുമതി M ആണ്. കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കുക. അതിൻ്റെ വ്യത്യാസം അഥവാ അറ്റ കയറ്റുമതി ആണ് X-M. ഇനി എന്താ? ചെലവ് രീതികളിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ചെലവാണ്. ചെലവ് രീതികളിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ചെലവാണ്. അതായത് GNA. ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ, അതായത് GNA. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്ത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും ചെലവു രീതി പ്രകാരം മൊത്ത ദേശീയ ചെലവും ലഭിക്കുന്നു. അപ്പം ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും ചെലവ് രീതിയിലൂടെ പ്രകാരം മൊത്ത ദേശീയ ചെലവും ലഭിക്കുന്നു. ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിൻ്റെയും മൊത്ത വരുമാനത്തിൻ്റെയും മൊത്ത ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഒരേ ഫലമാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. സർക്കാർ ചെലവുകളുടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ്. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ്. സർക്കാർ ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ്. ഇനി ഉപഭോഗ ചെലവ് പറയുന്നുണ്ട്. ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. ഇനി നിക്ഷേപ ചെലവാണ്. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്ത ചെലവാണ് നിക്ഷേപ ചെലവ്. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ്. ഭൂമിക്ക് അഥവാ ലാൻഡിന് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയവയൊക്കെ നിക്ഷേപ ചെലവിന് ചില ഉദാഹരണങ്ങളാണ്. ഇനി അറ്റ കയറ്റുമതികൾ പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവും പറയുന്നുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP ആൻഡ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ GNP. ഇനി എന്താ? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമെങ്കിൽ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശമാണ് ആഭ്യന്തര അതിർത്തി. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശമാണ് ആഭ്യന്തര അതിർത്തിയാണ്. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ആഭ്യന്തര അതിർത്തി, സാമ്പത്തിക അതിർത്തി ഇവ രണ്ടും ഒരേ അർത്ഥത്തിലാണ് പരിഗണിക്കുന്നത്. ആഭ്യന്തര അതിർത്തി, സാമ്പത്തിക അതിർത്തി എങ്ങനെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഒരേ അർത്ഥത്തിലാണ് പരിഗണിക്കുന്നത്. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടാത്തത് എന്താ? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനമോ
വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭമോ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. എന്തിനാ? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോഴാണ്. ഇനി അതായത് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അതായത് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി ആയിക്കോട്ടെ, സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ GDP ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാനാണ്. ഇനി ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും, അതായത് ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് വിദേശികളും ഇന്ത്യയിൽ നിന്നുള്ള നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. എന്താ? ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും ഇന്ത്യയിൽ നിന്നും നേടുന്ന ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് മൊത്ത ദേശീയ വരുമാനം. ഒക്കെ, ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, അതായത് വിദേശത്തു നിന്നാണെങ്കിലും സ്വദേശത്തു നിന്നാണെങ്കിലും മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ പെടും. പക്ഷേ അതായത് വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ പെടില്ല. ലാഭമാണ് തുടങ്ങിയവ ഇതിൽ പെടില്ല. പക്ഷേ ഇന്ത്യക്കാരും ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങൾ വിദേശങ്ങളിൽ നിന്നും നേരിടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനവും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നത് മൊത്തം ദേശീയ ഉൽപ്പന്നമാണ്. ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ പെടും. ഓക്കെ, മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് അത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതായത് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ പെടില്ല. പക്ഷേ ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ട്, എനിക്കും ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പറ്റും പോലെ മാറ്റുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യുന്നതിന് അനുയോജ്യമായ ഒന്നാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിലാണ് പറഞ്ഞത്. ദേശീയ ഉൽപ്പന്നം എങ്ങനെയാണ്? ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയുള്ള നിന്നും ഇവിടെയുള്ള ആൾക്കാർ, അതായത് വിദേശികളിൽ നിന്നും വരുന്നത് കുറച്ചിട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഓക്കെ, ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി നമുക്ക് പറയുന്നുണ്ട്. ഒരു ഹെഡിങ് ആയിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ: വ്യോമാതിർത്തി, ജലാതിർത്തി. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. അതായത് എംബസികളും ഹൈ കമ്മീഷനും, അതായത് മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിലാണ്. ഓക്കെ, രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശമുള്ള മേഖലകൾ: മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടുത്തിട്ടുള്ള ബന്ധം, ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉൾപ്പെടാത്തത് എന്താ? ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, നമുക്ക് ദേശീയ ഉൽപ്പന്നം പറയുന്നുണ്ട്. ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയുന്തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു.
അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കുന്തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് തേയ്മാന ചെലവ്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പം മൊത്ത ദേശീയത്തിൽ നിന്നും തേയ്മാനം കുറഞ്ഞാൽ അറ്റ ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ അറ്റ ദേശീയ. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടായിട്ട് വരും. ഇത് വലിയൊരു ചാപ്റ്ററാണ്. സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.